ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, മാർച്ച് 19 വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധമായ പ്രാർത്ഥനാശംസകളും ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ്. സ്വപ്നങ്ങളുടെ മനുഷ്യനായ വിശുദ്ധ ഔസേപ്പ്, അനുസരണയുടെ മനുഷ്യനായ വിശുദ്ധ ഔസേപ്പ്, അങ്ങനെ വിശുദ്ധ ഔസേപ്പിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ വാതോരാതെ സംസാരിക്കുവാൻ നമുക്ക് സാധിക്കും. സ്വപ്നത്തിൽ ദൈവം തൻ്റെ ദൂതൻ മുഖേന കൽപ്പിച്ച കാര്യങ്ങൾ അണ്ണുവിട തെറ്റാതെ, മറുചോദ്യം ചോദിക്കാതെ, ബുദ്ധി കൊണ്ടല്ല ഹൃദയം കൊണ്ട് ജീവിതത്തിൽ സ്വീകരിച്ചവൻ്റെ പേരാണ് വിശുദ്ധ ഔസേപ്പ്. മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാനും പാതിരാത്രിയിൽ പിഞ്ചു കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് ഈജിപ്തിലേക്ക് ഓടിപ്പോകുവാനും വിശുദ്ധ ഔസേപ്പിനെ സഹായിച്ചത് അനുസരണമെന്ന പുണ്യമാണ്. ദൈവത്തിൻ്റെ വാക്ക് കേട്ടാൽ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന സഹനങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളെയും നേരിട്ട വിശുദ്ധ ഔസേപ്പിതാവ് ഇന്ന് നമ്മെ ക്ഷണിക്കുന്നതും ആ ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കുവാനും ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ച് ജീവിക്കുവാനുമാണ്. ദൈവവചനം അനുസരിച്ച് ജീവിച്ച വിശുദ്ധ ഔസേപ്പ് കുരിശിൽ പിടഞ്ഞു മരിക്കുമ്പോഴും അനുസരണമുള്ളവനായി തീർന്ന ക്രിസ്തുവിൻ്റെ വളർത്തുപിതാവാകുവാൻ ഭൂമിയിൽ ഏറ്റവും വലിയ യോഗ്യതയുള്ള മനുഷ്യനായിരുന്നു. ദൈവവചനം അനുസരിക്കുന്നവർക്ക് മാത്രം സ്വന്തമാക്കുവാൻ അർഹതയുള്ളതാണ് ക്രിസ്തു. വിശുദ്ധ ഔസേപ്പ് ദൈവവചനം അനുസരിച്ച് ജീവിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിക്കുകയും ഹൃദയത്തിൽ സ്വീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ജീവിതത്തിലും പ്രവർത്തിക്കും. വിശുദ്ധ ഔസേപ്പിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും വിശുദ്ധ ഔസേപ്പിൻ്റെ മാധ്യസ്ഥത്തിലൂടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.